നന്ദിനി നന്ദിനി ഹായ് നന്ദിനി. ഇതെന്താ ഇത്? ഇതോ ഇതേ നാളെ അച്ഛന്റെ ബർത്ത്ഡേക്കുള്ള ഒരു പ്രസന്റാ. ബർത്ത്ഡേയുടെ പ്രസന്റോ? എന്ത് പ്രസന്റാ? അതെ, ആദ്യം ഞാനേ ഇതിവിടെ ഒന്ന് വെക്കട്ടെ. ഓക്കെ, ഇതെന്ത് പ്രസന്റാ സർ? അത് സർപ്രൈസാ. നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛന് ഞാൻ ഇത് കൊടുക്കുമ്പോൾ മാത്രമേ എല്ലാവരും ഇത് കാണാൻ പാടുള്ളൂ. അതിനു മുമ്പ് നോ ക്വസ്റ്റ്യൻസ്. ഇത് സാറടിച്ച ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടല്ലോ, അതിന്റെ വലിയ രൂപ എങ്ങാനും ആണോ? ഇയാളുടെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞാലേ അത് കൊള്ളാവുന്നൊരു ഐഡിയ ആണല്ലോ. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി ആളുകളെല്ലാം കയറി വരുന്നതിന് മുമ്പിൽ കൊണ്ടുവയ്ക്കായിരുന്നു അല്ലേ? ഇനിയിപ്പോ ഒരെണ്ണം പ്രിന്റ് ചെയ്ത് കിട്ടാനും വഴിയില്ലല്ലോ. യോ എന്റെ പൊന്ന് സാറേ, ചതിക്കരുത്. സാറ് വിചാരിച്ച ഒരു പാദരാത്രി കൊണ്ട് ഇതല്ല ഇതിലും വലുത് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻവിറ്റേഷന്റെ കാര്യത്തില് അതെല്ലാരും കണ്ടതാണല്ലോ. അല്ല സർ, ഈ പാദരാത്രിക്ക് സാർ ഇത് എവിടെന്നാ ചെയ്യിപ്പിച്ചേ? എന്ത്? എന്റെ പേര് വെച്ച് ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്തത്. ഇതാരാ ആ നേരത്ത് തുറന്നു വെച്ചിരുന്നേ? ലോകത്തുള്ള എല്ലാ ആളുകൾക്കും സാറിനെ പോലെ വാശിയാണോ? നന്ദിനി, ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാ അതിനു മുന്നിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. വെട്ടി മാറ്റിയിരിക്കണം. ഇനി തനിക്ക് ഇതുപോലെ ഒരു പാതിരാത്രി കൊണ്ട് എന്തെങ്കിലും അത്ഭുതം ചെയ്യിക്കേണ്ടതുണ്ടെങ്കിൽ താൻ എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യിക്കാറോ. സാർ, ഇത്രയും ചെയ്ത് തന്നെ വലിയ കാര്യം. ഇതിൽ കൂടുതലൊന്ന് സഹായിക്കല്ലേ, എനിക്ക് താങ്ങില്ല. അയ്യോ ശരിക്കാൻ വയ്യ. എന്തായാലും ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ വീട്ടിൽ നന്ദിനി എന്ന പേര് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ന്. ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. എന്നോട് ഒന്നുമില്ല സർ, നാളെ ഇത് തുറന്ന് എന്താണെന്ന് കാണുന്നവരെ എന്റെ മനസ്സിലൊരു തീയായിരിക്കും. അതെ, അങ്ങനെ തീ പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. താനേ സമാധാനമായിട്ടിരുന്നു. ഓക്കെ? വിജയ്, ഇന്ദ്രജയ്, ചെന്ന് തന്റെ മമ്മിക്ക് ചുറ്റും ഇരിക്കാനാണെങ്കിൽ ഞാനില്ല, താൻ പോയാ മതി. വിജയ്, എടോ, പലപ്പോഴും അളിയനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുമ്പോ അത് വേണ്ടെന്ന് ഞാൻ പറയാറുള്ളതാ, പ്രത്യേകിച്ച് തന്റെ മമ്മിയോട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ആന്റി ഒരു കാര്യം ചെയ്താ അതിന്റെ മേളില് ലോകം ചലിക്കില്ല എന്നാ ആന്റിയുടെ വിശ്വാസം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇതുപോലെ നാണം കിടേണ്ടി വരും. നാണം കിടുന്ന ഒരു ആന്റി. വിജയേട്ടനൊന്ന് എഴുന്നേറ്റേ. നീ ഉണ്ടായിരുന്നോ? ചെല്ല്, രണ്ടുപേരും കൂടെ ചെന്ന് മമ്മിയുടെ അടുത്തിരിക്കും. അടുത്ത പരിപാടി സെറ്റ് ചെയ്യണ്ടേ? ഇതിലും ഭംഗിയായിട്ട് മമ്മി നാണം കിടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യും. പൊക്കോ നാണംകടൽ ടീംസ്, ഒരു നാണംകടൽ ഇവിടെ കിടക്കാം. ഇനി നാണം കിടാൻ വയ്യ, ഞാൻ ജോസഫ് വിജയെ പോലെ ജയിക്കാൻ പോവുക. തമ്പി കീഴിറങ്ങ്. ഓ, രണ്ടുപേരും പോയല്ലോ. ഇനിയിപ്പോ അവര് മമ്മിയുടെ മുറിയിലുണ്ടാവും. മമ്മിയെ യുദ്ധതന്ത്രങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുന്നു, മമ്മി യുദ്ധതന്ത്രങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കുന്നു.
എവിടെ ശരിയാവാൻ? ഒരമ്മയും 2 മക്കളും. സോറി ആന്റി. ആന്റി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നന്നായി നന്നായി വിജയ്. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ വിജയെ കുറ്റം പറയുന്നൊന്നുമില്ല. ഞാൻ തോറ്റത് സത്യമാണല്ലോ. ഏയ്, ഓ അങ്ങനെയല്ല ആന്റി. ആന്റി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാ. ഉം. ആന്റിക്കല്ലാതെ വേറെ ആരെ കൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ട് ആന്റി. അല്ലാതെ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ വിശദീകരണം കേൾക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. വിജയ്ക്ക് മതിയായോ ഇപ്പോ? സാഹചര്യങ്ങൾ നോക്കി സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മമ്മി എത്രമാത്രം വേദനയോടെ നിൽക്കുന്നതെന്നറിയോ? ഇപ്പൊ നമ്മളല്ലാതെ മറ്റാരാ മമ്മിയെ സമാധാനിപ്പിക്കുന്നേ? അത് വിജയേട്ടൻ ഇനി ഒന്നും പറയണ്ട. മമ്മിയുടെ മൂഡ് മൊത്തം സ്പോയിൽ ചെയ്തു. വിജയേട്ടനായതുകൊണ്ടാ മമ്മി ക്ഷമിച്ചത്. ഞാനോ ചേച്ചിയോ ആയിരുന്നെങ്കിലേ മമ്മി ക്ഷമിക്കുമായിരുന്നോ? ഇനി ഇത് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. തലവേദന.